ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കഥ വായിച്ചിട്ടുണ്ട്. വാക്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ പഠിച്ചുവെന്ന് അമ്മച്ചിക്കറിയാം. ഇന്ന് നമുക്ക് ഒരു പുതിയ വാക്യം പഠിക്കാം. ആദ്യമായിട്ട് അത് 1 പത്രോസ് 2:13-14 വാക്യങ്ങൾ. ഈസി ആയിട്ടുള്ള വാക്യങ്ങളാണ് കേട്ടോ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യന്താപേക്ഷിതമായിട്ടുള്ള 2 വാക്യങ്ങളാണത്. പലപ്പോഴും നമ്മളത് ഇഗ്നോർ ചെയ്യുന്ന വാക്യമാണ്. അവിടെ പറയുന്നത്, സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠാധികാരി എന്നുവെച്ച രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്നുവെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നമ്മൾ ശ്രേഷ്ഠാധികാരികൾക്കും നമ്മുടെ രാഷ്ട്രപിതാക്കന്മാർക്കും നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നവർക്കും നമ്മുടെ സ്കൂളിലെ അധ്യാപകന്മാർക്കും പ്രിൻസിപ്പൽമാർക്കും സഭയിലെ മൂപ്പന്മാർക്കും ഇങ്ങനെ ശ്രേഷ്ഠ അധികാരങ്ങളിൽപ്പെട്ട എല്ലാവർക്കും നാം കീഴടങ്ങണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊരു കാര്യം വിചാരിക്കണം, ഞാൻ യേശു കർത്താവിൻ്റെ മകളാണ്, അതുകൊണ്ട് ഈ ലോകത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എഗൻസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ഏറ്റവും ഇത് നമ്മൾ കർത്താവ് തന്നെയാണ്. എന്നാൽ ഈ ലോകത്തിലെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും റോഡ് ക്രോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ റോഡ് ക്രോസ് ചെയ്യേണ്ട മെത്തേഡുകൾ പഠിക്കുക, അതെങ്ങനെയാണെന്നുള്ളത് ചെയ്യുക. അങ്ങനെ നിയമങ്ങളും ചട്ടങ്ങളും അധികാരികൾക്കും നമ്മൾ കീഴടങ്ങണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവമക്കളായതുകൊണ്ട് അത് വേണ്ട എന്നല്ല, വളരെ വ്യക്തമായിട്ട് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ വാക്യം ഒന്നും കൂടെ പഠിക്കാം. 1 പത്രോസ് 2:13-14. സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൽ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്നും വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. അപ്പോൾ കുഞ്ഞുങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ രാജാക്കന്മാർക്ക്, ശ്രേഷ്ഠാധികാരികൾക്ക്, നിയമങ്ങൾക്ക്, ചട്ടങ്ങൾക്കൊക്കെ കീഴടങ്ങണമെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് കീഴടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മളോട് കീഴടങ്ങുവാൻ പറയുമ്പോൾ കർത്താവ് ഇങ്ങനെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കൊക്കെ കർത്താവ് കീഴടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, യേശു ശിഷ്യന്മാരും കൂടെ കഫർന്നഹൂമിലെത്തി. അപ്പോൾ ചുങ്കം പിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ടാക്സ് കളക്ടർ, പത്രോസിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഗുരു ചുങ്കം കൊടുക്കുന്നുണ്ടോ? അപ്പോൾ പത്രോസ് ഉടനെ പറഞ്ഞു, ഉണ്ട്, ഞങ്ങളുടെ ഗുരു ചുങ്കം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പത്രോസ് എല്ലാവരും വീട്ടിൽ വന്നപ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിച്ചു, ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കവും കരവും ആരോടൊക്കെ മേടിക്കാറുണ്ട്? എന്നിട്ട് ചോദിച്ചു, പുത്രന്മാരോടാണോ അതോ അന്യന്മാരോടാണോ? എന്നിട്ട് കർത്താവ് തന്നെ മറുപടി പറഞ്ഞു, പുത്രന്മാർക്ക് ചുങ്കം കൊടുക്കേണ്ട ആവശ്യമില്ല. രാജാവിൻ്റെ മക്കൾ രാജകുമാരന്മാർക്ക് ചുങ്കം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നോക്കിക്കുക, യേശു കർത്താവ് ആരാണ്? ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്. അവനാണ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത്. ആ സൃഷ്ടകർത്താവായി പിറന്നവനാണ്. മാത്രമല്ല, ദാവീദിൻ്റെ പുത്രനായി രാജാവായി പിറന്നവനാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈ കർത്താവിന്, ദൈവത്തിന് ചുങ്കം കൊടുക്കേണ്ട യാതൊരു രീതിയിലുള്ള ആവശ്യമില്ല. എന്നിട്ടും അവർ ചോദിച്ചു, ചുങ്കം നിങ്ങളുടെ ഗുരു ചുങ്കം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കർത്താവ്, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ കർത്താവിന് ചുങ്കം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? രാജപുത്രന്മാർക്ക് ചുങ്കം കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ രാജാവായ കർത്താവിന് ചുങ്കം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. എന്നിട്ട് പിന്നെ കർത്താവ് പറഞ്ഞു, എന്നാൽ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ ഒരു കാര്യം ചെയ്യും, നീ കടലിലേക്ക് പോയി ചൂണ്ടയിട്ട് ഒരു മീനിനെ എടുക്കാം, അതിൻ്റെ വായ് തുറന്നു നോക്കുക, അപ്പോൾ ഒരു ധർമ്മപണം കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. ഒന്ന് ഓർത്ത് നോക്കിക്കുക. അങ്ങനെ രാജാവായ കർത്താവ് ചുങ്കം കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിലും മറ്റുള്ളവരുടെ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ലോയെയും ഭരണാധികാരികളെ മാനിച്ചുകൊണ്ട് ചുങ്കം കൊടുത്തെന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചുങ്കം കൊടുത്ത് നമുക്ക് വേണ്ടി മാതൃക കാണിച്ചു പോയതുകൊണ്ടാണ് ഇന്ന് നമ്മളും എന്ത് ചെയ്യണം?
നമ്മളും ഈ ലോകത്തെ മുഴുവനും ഭരിക്കുന്ന സൃഷ്ടിച്ച കർത്താവ് ചുങ്കം കൊടുത്ത് നമുക്ക് മാതൃക തന്നതുകൊണ്ട് നാമും എന്ത് ചെയ്യണം? നാമും നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള രാജാക്കന്മാരെ, അല്ലെങ്കിൽ ഇപ്പോൾ രാജാക്കന്മാരില്ല, എന്നാൽ അധികാരികളുണ്ട്, അവരെ കീഴടങ്ങുകയും കൽപ്പനകളെല്ലാം പ്രമാണിക്കുകയും ചെയ്യണം. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. 1 പത്രോസ് 2:13-14 വാക്യം. സകല മാനുഷ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠാധികാരി എന്നുവെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവൻ എന്നുവെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. ഇവിടെ നമുക്ക് നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശ്രേഷ്ഠാധികാരികൾക്കും രാജാവിനും അതുപോലെ തന്നെ അവർക്കൊക്കെ എന്ത് ചെയ്യണം? നാടുവാഴികൾക്കൊക്കെ കീഴടക്കണം. നമ്മുടെ ഭരണകർത്താക്കന്മാരോട് നാം കീഴടങ്ങിയിരിക്കണം എന്നുള്ള ദൈവവചനം ആഗ്രഹിക്കുന്നു. മാത്രമല്ല കർത്താവ് നമുക്ക് അതിന് മാതൃകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒന്നാമതായിട്ട് സൃഷ്ടാവായ കർത്താവിന് ചുങ്കം കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ചുങ്കം കൊടുക്കുന്നതായിട്ട് കാണുന്നു. നാമും കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതം കൊണ്ട്, വായ് കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും മറ്റുള്ളവർക്ക് ഇടർച്ചയുള്ളവരാകാതിരിക്കാനായിട്ട് നാം ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, കർത്താവ് അധികാരികൾക്ക് കീഴ്പ്പെട്ട് ചുങ്കം കൊടുത്തതുപോലെ നാം അധികാരികളുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. മൂന്നാമതായിട്ട്, പത്രോസിൻ്റെയും കൂടെ കരം കൊടുക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വന്തം എൻ്റെ മാത്രം കരം കൊടുക്കാനല്ല കർത്താവ് പറഞ്ഞ പത്രോസിനെ, മറ്റുള്ളവരെ കരുതുന്ന കർത്താവ്. നാം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും നമ്മുടേത് ആവശ്യങ്ങളെന്ന് കരുതേണ്ടതും ആവശ്യമാണ് എന്നുള്ളത് ഈ കാര്യത്തിൽ കർത്താവ് നമുക്ക് മാതൃക പഠിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നാമും കർത്താവിൻ്റെ മാതൃക ഈ കാര്യത്തിലും പിൻപറ്റേണ്ടത് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. കർത്താവേ, ഞങ്ങൾക്കെന്ന വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താത്തവരായിട്ട്, ഞങ്ങളുടെ കണ്ണുകൊണ്ടും ഞങ്ങളുടെ വായ് കൊണ്ടും ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താത്തവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ മക്കൾക്ക് എന്നുള്ള രീതിയിലുള്ള പദവിക്ക് യോഗ്യമായിട്ട് ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ അവരെ സൂക്ഷിച്ചു കൊള്ളണമേ. കർത്താവേ, പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ. പരീക്ഷയിൽ ഞങ്ങളെ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പഠിക്കുവാൻ ബുദ്ധിയും ശക്തിയും ഒക്കെ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കേട്ടതുകൊണ്ട് സ്തോത്രം. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ആൻറ്റി ഇടുന്ന സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു. Bye bye.